Hello friends, today's topic is discharge through open channel by Chezy's formula. നമ്മൾ പൈപ്പ് ഫ്ലോ പഠിച്ചിരുന്ന സമയത്ത് തന്നെ ചെസീസ് ഫോർമുല ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഇത് ഡിസ്ചാർജ് ത്രൂ ഓപ്പൺ ചാനൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ചാനലാണ്. ചെസീസ് ഫോർമുല വെച്ച് എങ്ങനെ ഡിസ്ചാർജ് മെഷർ ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ നമ്മളൊരു യൂണിഫോം ഫ്ലോ കൺസിഡർ ചെയ്യാണ്. അതാണ് യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോ എന്താ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിനകത്ത് വെലോസിറ്റി, ഡെപ്ത് ഓഫ് ഫ്ലോ, ഏരിയ ഓഫ് ഫ്ലോ ഒക്കെ സെയിം ആയിരിക്കും അല്ലേ. ഇവിടെ തന്നിട്ടുള്ള ഗിവൻ ലെങ്ത് എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 ദ ഫ്ലോ ഈസ് യൂണിഫോം ആൻഡ് ദ വെലോസിറ്റി, ഡെപ്ത് ഓഫ് ഫ്ലോ ആൻഡ് ഏരിയ ഓഫ് ഫ്ലോ ബിറ്റ്വീൻ 1 ആൻഡ് 2 ആർ കോൺസ്റ്റൻറ്റ്. ഒരു ചേഞ്ചും വരുന്നില്ല. സോ ഈ പറഞ്ഞ പോലെ എല്ലാണ് ലെങ്ത് ഓഫ് ചാനൽ എന്ന് പറയുകയാണെങ്കിൽ ആൻഡ് എ ഈസ് ദ ഏരിയ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ആൻഡ് ഐ ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ബെഡ്. ഈ ബെഡിൻ്റെ സ്ലോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഐ ആണ്. ആൻഡ് വി ഈസ് ദ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ആൻഡ് പി ഈസ് ദ വെറ്റഡ് പെരിമീറ്റർ ഓഫ് ദ ക്രോസ് സെക്ഷൻ. വെറ്റഡ് പെരിമീറ്റർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കുക, ഇത് ഓപ്പൺ ചാനലാണ്. അതായത് റെക്ടാങ്കുലർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്. സോ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും ലെങ്ത് ആയിരിക്കും അതിൻ്റെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ പി റെപ്രസെൻറ്റ്സ് ദ വെറ്റഡ് പെരിമീറ്റർ ഓഫ് ദ ക്രോസ് സെക്ഷൻ ആൻഡ് സ്മോൾ ലെറ്റർ എഫ് ഇസ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ് എഫ് എന്ന് പറയുകയാണെങ്കിൽ. സോ നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ഫസ്റ്റ് ദ വെയ്റ്റ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് 2 എന്ന സെക്ഷൻ്റെ ഇടയിലുള്ള വെയ്റ്റ് ഓഫ് വാട്ടർ ക്യാപിറ്റൽ ഡബ്ല്യു കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സ്പെസിഫിക് വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യം. ആൻഡ് വി ക്യാൻ റെപ്രസെൻറ്റ് സ്പെസിഫിക് വെയ്റ്റ് എസ് എപ്സിലോൺ ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞെങ്കിൽ വോളിയം എത്ര, ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് എ ആൻഡ് ലെങ്ത് ഈസ് എൽ. ഡബ്ല്യു ഇൻറ്റു എ ഇൻറ്റു എൽ ആണ് വെയ്റ്റ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് 2 എന്ന് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് കോമ്പണൻറ്റ് ഓഫ് W, that is component of the weight of water along the direction of flow. Component of weight of water W along the direction of flow. See, capital W purely vertical ആയിട്ടാണ് ആക്ട് ചെയ്യുക. നമുക്കറിയുന്ന കാര്യമാണല്ലേ. ഇപ്പോൾ എങ്ങനെ സ്ലോപ്പിലുള്ള സംഭവമാണെങ്കിലും വെയിറ്റ് ആക്ട് ചെയ്യുക പ്യൂർലി വേർട്ടിക്കലായിട്ടാണ്. നമ്മളിവിടെ എടുക്കുന്നത് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോയിലുള്ള വെയ്റ്റിൻ്റെ കോമ്പോണൻറ്റാണ്. അതെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ആംഗിൾ ഐ ആണെന്നുള്ളത് അറിയാം. ആൻഡ് ദറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ബെഡ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ബെഡ് ഈസ് ഐ ആൻഡ് വി നോ ദിസ് ആംഗിൾ as ഐ. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തത് ഡബ്ല്യു ഇൻറ്റു സൈൻ ഐ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു സൈൻ ഐ ആൻഡ് വി നോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു സൈൻ ഐ. WAL സൈൻ ഐ എന്ന് കിട്ടി. നെക്സ്റ്റ് ഈസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. Frictional resistance against the motion of water. വാട്ടർ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വാട്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എഫ് ഇൻറ്റു സ്മോൾ ലെറ്റർ എഫ് എന്ന് നമ്മൾ പറഞ്ഞു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ എഫ് ഇൻറ്റു സർഫസ് ഏരിയ
സർഫസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി റൈസ് ടു n. അതാണ് ഇക്വേഷൻ. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ മോഷൻ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു F ഇൻറ്റു സർഫസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി റൈസ് ടു n. ഈ എന്നിൻ്റെ വാല്യൂ ഒക്കെ എക്സ്പെരിമെൻ്റലി ആണ് ഡിറ്റർമിൻ ചെയ്യുക. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് എക്സ്പെരിമെൻ്റലി ആസ് 2. Value of n is found experimentally and it is equal to 2. Okay, so frictional resistance against the motion എന്ന് പറയണമെങ്കിൽ against motion is equal to, this is equal to F into surface area is equal to this perimeter into length, that is the surface area അല്ലെങ്കിൽ wetted area. സർഫസ് ഏരിയ എന്ന് പറയുമെങ്കിൽ മുഴുവൻ ഏരിയ എടുക്കില്ല, കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്ന അത്രയും ഏരിയ. സോ ഇവിടെ പെരിമീറ്റർ ഉണ്ട്, പെരിമീറ്റർ ഈസ് പി ഇൻറ്റു ഈ ലെങ്ത്ത് മുഴുവനുള്ള പെരിമീറ്റർ. സോ എഫ് ഇൻറ്റു എൽ, ദറ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി റേസ് ടു എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു എക്സ്പെരിമെൻ്റലി, ദറ്റ് ഈസ് 2. സോ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് മോഷൻ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി ഇൻറ്റു എൽ ഇൻറ്റു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടി. സോ ദ ഫോഴ്സ്, ദ ടോട്ടൽ ഫോഴ്സ് ഇസ് ആക്ടിങ്, the total force acting between section 1 and 2 അല്ലെങ്കിൽ 1 and 2 ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ രണ്ട് ഫോഴ്സുകൾ ഓൾറെഡി ഉണ്ട്, രണ്ട് പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 ആൻഡ് പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2 ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഫസ്റ്റ് നമുക്ക് എഴുതാം പ്രഷർ ഫോഴ്സ് അറ്റ് 1, സെക്കൻഡ് ഈസ് pressure force at 2. Pressure force at section 1 and pressure force at section 2. അതിൻ്റെ കൂടെ തന്നെ മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോമ്പണൻറ്റ് ഓഫ് വെയ്റ്റ് along the direction of flow. കോമ്പണൻറ്റ് ഓഫ് വെയ്റ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു, W ഇൻറ്റു സൈൻ ഐ ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. എപ്സിലോൺ ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു സൈൻ ഐ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് against the flow. സോ ഇത്രയും ഫോഴ്സുകളാണ് ഈ സെക്ഷൻ 1-1-ൻ്റെയും 2-2-ൻ്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയണമെങ്കിൽ. പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1, പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2 ആൻഡ് കോമ്പണൻറ്റ് ഓഫ് വെയ്റ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആൻഡ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ആൻഡ് വി നോ ഇറ്റ് ഇസ് എ യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോ എന്ന് പറയണമെങ്കിൽ എന്താ, ഇവിടെ ഡെപ്ത് സെയിം ആണ്, വെലോസിറ്റി സെയിം ആണ്, ഏരിയ സെയിം ആണ്. So the pressure force at section 1 will be equal to the pressure force at section 2. As there is no change in velocity, there will not be any acceleration between section 1 and 2. Velocity change illa, change in velocity ആണ് acceleration only. So there is no acceleration between section 1 and 2. So the pressure force between section 1 and 2 will be equal and opposite, and we don't have to consider the pressure force. സോ ഉണ്ടാവുന്ന രണ്ട് ഫോഴ്സുകൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആൻഡ് ദ വെയ്റ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആയിരിക്കും. ആൻഡ് വി നോ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു 0. റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു 0. ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ 0 ആയിരിക്കും. And pressure force will be cancelled and we have two forces. First force is the component of the weight of water along the direction of flow. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സ്മോൾ ലെറ്റർ W അല്ലെങ്കിൽ എപ്സിലോൺ ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു സൈൻ ഐ.
and that is the weight along the direction of flow. And second force is the frictional resistance against the flow നമ്മൾ കണ്ടുപിടിച്ചു, and it is against the flow. First force is acting along the flow and the resistance is acting against the flow, so it will be negative minus, that is F into P into L into V square. The component of force will be 0. So നമുക്ക് എങ്ങനെ എഴുതാം? Epsilon into A into L into sin I is equal to F into P into L into V square എന്ന് പറഞ്ഞിട്ട് എഴുതാം. So V square is equal to W A L sin I divided by F into P into L എന്ന് എഴുതാം. ആൻഡ് ഇതിനെ ചെറിയ രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു W ഡിവൈഡ് ബൈ F into A divided by P into L and L get cancelled, sin I എന്ന് എഴുതി. So V is equal to root of W divided by F into root of A divided by P into sin I എന്ന് പറഞ്ഞ് എഴുതി. And we know A divided by P is equal to area divided by wetted perimeter. A divided by P is equal to area divided by wetted perimeter is M, that is hydraulic mean depth. ഇതിനെ വേറെ പേരും കൂടെ വിളിക്കും. We know it is hydraulic radius. So A by P is M, and so we can write A by P as M. And root of W divided by F is equal to C, which is equal to Chezy's constant. നമ്മൾ കഴിഞ്ഞ Chezy's formula പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Root W by F is equal to C, that is equal to Chezy's constant. So we can write this equation as V is equal to root W by F is C and root A by P is M sin I എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. So for small values of I, sin I will be approximately equal to I. I ൻ്റെ വാല്യൂ ചെറുതാവും തോറും sin I will be approximately equal to I. So we can write this V is equal to C root M I. This is the Chezy's equation. V is equal to C root M. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യം. So we can find the discharge as, so discharge Q is equal to area into velocity അല്ല, നമുക്കറിയുന്ന കാര്യമാണ്. So that is equal to A into velocity is C root Mi. V is equal to, Q is equal to discharge Q is equal to A into V, and we know V is equal to C root Mi. So discharge Q is equal to area into velocity A into C root Mi. And this derivation is very important. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷനാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് മനസ്സിലായെന്നായിരിക്കുന്നു. താങ്ക് യു.